ഗ്രൂപ്പ് ബിയിൽ നടന്ന മത്സരങ്ങളിൽ സ്വിറ്റ്സർലൻഡിനും ബോസ്നിയയ്ക്കും ജയം. കാനഡയെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്വിറ്റ്സർലൻഡ് നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചത്. ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള കാനഡയും നോക്കൌട്ട് റൗണ്ട് ഉറപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് കാനഡ ഗ്രൂപ്പ് ഘട്ടം പിന്നിടുന്നത്. ഖത്തറിനെതിരായ മത്സരത്തിൽ ബോസ്നിയ ജയിച്ചെങ്കിലും മറ്റ് ടീമുകളുടെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ബോസ്നിയയുടെ നോക്കൌട്ട് സാധ്യതകൾ. തോൽവിയോടെ ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പൗർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗ്രൂപ്പ് ബിയിൽ നടന്ന മത്സരങ്ങൾ അവസാന റൗണ്ട് മത്സരങ്ങളായിരുന്നു. കാനഡ സ്വിറ്റ്സർലൻഡിനെയും ബോസ്നിയ ഖത്തറിനെയും നേരിട്ടപ്പോൾ സ്വിറ്റ്സർലൻഡിന് കാനഡയോട് 2-1 ഒരു വിജയവും ബോസ്നിയയ്ക്ക് ഖത്തറിനോട് 3-1 ഒരു വിജയം കരസ്ഥമാക്കി. ഇതോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സ്വിറ്റ്സർലൻഡ് നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നു. അതുപോലെ തന്നെ കാനഡ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അവരും നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നു. ബോസ്നിയക്കാകട്ടെ 4 പോയിന്റ് ഉണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ബോസ്നിയയ്ക്ക്. അവർക്ക് ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് വെച്ച് 8 ടീമുകൾ നല്ല മൂന്നാം സ്ഥാനത്തുള്ള ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന 8 ടീമുകൾക്കും നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാം. അതുകൊണ്ടുകൂടി തന്നെ ബോസ്നിയയ്ക്ക് മറ്റുള്ള ടീമുകളുടെ ഫലങ്ങളായി മറ്റു ഗ്രൂപ്പിലെ ഫലങ്ങൾക്കായി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തി. മത്സരത്തിലേക്ക് കടന്നാൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരത്തിലേക്ക് കടന്നാൽ സ്വിറ്റ്സർലൻഡ് തന്നെയായിരുന്നു ആദ്യ പകുതിയിൽ സ്വിറ്റ്സർലൻഡ് തന്നെയായിരുന്നു കളി നിയന്ത്രിച്ചത്. കാനഡയുടെ ഭാഗത്തു നിന്നും കൗണ്ടർ അറ്റാക്കുകൾ മാത്രമാണ് ഉണ്ടായത് ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിലാണ് ഗോൾ പിറന്നത്. രണ്ടാം പകുതിയുടെ 46-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. റൂബൻ വാർഗസ് ജോൺ മൻസാംബിയുടെ ഒരു അസിസ്റ്റിൽ നിന്നും റൂബൻ വാർഗസ് ആദ്യ ഗോൾ കണ്ടെത്തി. രണ്ടാം ഗോൾ പിറന്നത് 57-ാം മിനിറ്റിൽ. സ്വിറ്റ്സർലൻഡിന്റെ രണ്ടാം ഗോൾ പിറന്നത് 57-ാം മിനിറ്റിൽ മൻസാംബി ആയിരുന്നു. ജോൺ മൻസാംബി എംബോളയുടെ ഒരു അസിസ്റ്റിൽ ജോൺ മൻസാംബി രണ്ടാം ഗോൾ കണ്ടെത്തി. പിന്നീട് ഒരു 70 മിനിറ്റോളം സ്വിറ്റ്സർലൻഡ് നിയന്ത്രിച്ച് കളിച്ച മത്സരം പൊസിഷൻ കീപ്പ് ചെയ്ത് സ്വിറ്റ്സർലൻഡ് നിയന്ത്രിച്ച് കളിച്ച മത്സരം 70 മിനിറ്റിന് ശേഷം കാനഡ കയ്യിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മത്സരം അവർ 76-ാം മിനിറ്റിൽ പകരക്കാരനെ ഇറങ്ങിയ ഡേവിഡ് പ്രോമിസിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. അതിനുശേഷം നിരന്തരം ആക്രമണം നടത്തിയ കാനഡയുടെ പ്രകടനമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. 90+ മിനിറ്റുകളിൽ ഇഞ്ചുറി ടൈമുകളിൽ കാനഡ നടത്തിയ പ്രകടനം അതിമനോഹരമായ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരുന്നു അവർ നടത്തിയത്. ഒരു 80 മിനിറ്റ് 85 മിനിറ്റിന് ശേഷം സ്വിറ്റ്സർലൻഡ് ഹാഫിൽ മാത്രം ബോൾ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു കാനഡയ്ക്ക്. എന്നിരുന്നാലും കാനഡ തോൽവി ഏറ്റുവാങ്ങി 2-1 ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് കാനഡയും ചാമ്പ്യന്മാരായി സ്വിറ്റ്സർലൻഡ് കടന്നു. മറ്റൊരു മത്സരത്തിലേക്ക് കടന്നാൽ ബോസ്നിയ വേഴ്സസ് ഖത്തറിലെ മത്സരത്തിൽ ബോസ്നിയ ആയിരുന്നു ആദ്യ പകുതി നിയന്ത്രിച്ചത്. ആദ്യ പകുതിയിൽ തന്നെ ബോസ്നിയ 2 ഗോൾ കണ്ടെത്തി. 29-ാം മിനിറ്റിൽ അലജി ബിഗോവിക്കിന്റെ ഒരു ഇവാൻ ബേസിക് നൽകിയ പന്തിൽ അലജി ബിഗോവിക്ക് നടത്തിയ ഒരു പവർഫുൾ ഷോട്ട് ഗോളായി മാറുകയും രണ്ടാം ഗോൾ 34 മിനിറ്റിൽ ഖത്തറിന്റെ സുൽത്താൻ അൽബറയ്ക്ക് ഒരു ഓൺ ഗോൾ വഴങ്ങുകയും ചെയ്തു. അങ്ങനെ 2 ഗോളുകൾ ആദ്യ പകുതിയിൽ. പിന്നീട് രണ്ടാം പകുതിയിൽ ഖത്തർ ഒന്നുകൂടി മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ഹസൻ അൽ ഹൈദൂസ് ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു ഖത്തറിന് വേണ്ടി. പിന്നീട് പകരക്കാരനെ ഇറങ്ങിയ മഹീമിക് 80-ാം മിനിറ്റിൽ ബോസ്നിയയുടെ 3-ാം ഗോൾ നേടി. അങ്ങനെ ബോസ്നിയ 3-1 ഒരു വിജയം കരസ്ഥമാക്കി. നോക്കൌട്ട് റൗണ്ടിലേക്കുള്ള ഒരു പ്രതീക്ഷ നിലനിർത്താൻ ബോസ്നിയക്ക് കഴിഞ്ഞു 4 പോയിന്റോടുകൂടെ. അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്തു. 1 പോയിന്റ് മാത്രമാണ് ഖത്തറിന് നേടാൻ കഴിഞ്ഞത് ആദ്യ മത്സരത്തിലെ സമനിലയോടുകൂടി. അങ്ങനെ ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു.